ഫ്ലട്ട്മാക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ ചെയ്തത് നമുക്ക് ഫയർബേസ് എങ്ങനെ iOSൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഫയർബേസ് ആൻഡ്രോയിഡ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഗൂഗിളിൽ പോവുക, എന്നിട്ട് ഫയർബേസ് എന്ന് സെർച്ച് ചെയ്യുക. നെറ്റ് ഓണല്ലോ അല്ലേ? ഓക്കെ, ഓക്കെ. അപ്പോൾ ഇന്നലെ ചെയ്ത ടു ഡു ലിസ്റ്റ് ആപ്പ് പ്രോജക്റ്റ് അവിടെ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കണ്ടില്ല, നമ്മൾ ഇന്നലെ ചെയ്ത iOSൻ്റെ പ്രോജക്റ്റ് ഇവിടെ ഉള്ളൂ. ഇനി നമുക്ക് ആൻഡ്രോയിഡും ഇതിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ആൻഡ്രോയിഡ് കണക്ട് ചെയ്യാൻ അത് പ്രോജക്റ്റ് സെറ്റിങ്സിൽ പോവാം. ഇത് താഴെ പോയിട്ട് ഈ ബട്ടൺ അമർത്തുക, ആഡ് ആപ്പ്. ഇതിൽ ആൻഡ്രോയിഡിൻ്റെ ഐക്കൺ അമർത്തുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാണുക. ഇതിൽ പാക്കേജ് നെയിം കൊടുക്കാൻ പറയും. അപ്പോൾ നമുക്ക് അത് നമ്മുടെ പ്രോജക്റ്റിലുണ്ടാവുക. ഇതിൽ ആൻഡ്രോയിഡിൽ ആപ്പ് എടുക്കുക, അത് build.gradle എടുക്കുക. ആപ്പിൽ build.gradle താഴെ പോയിട്ട് ഈ ആപ്ലിക്കേഷൻ ഐ ഡി ഉണ്ടോ, അതാണ് നമ്മുടെ പാക്കേജ് ഐ ഡി. അപ്പോൾ അത് നമുക്ക് കോപ്പി ചെയ്യാം. എന്നിട്ട് അത് പേസ്റ്റ് ചെയ്യാം. ഇനി അടുത്ത ഇത് ഓപ്ഷനിലാണ് പേര് കൊടുക്കാം. ആണെങ്കിൽ ഇന്ന് കൊടുക്കാം മൈ ആൻഡ്രോയിഡ് ആപ്പ്. ഇതിന് കൊടുക്കാട്ടോ ഇത്. പിന്നെ ഇത് SH നമ്പർ നമുക്ക് ഗൂഗിൾ സൈനിനൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആവശ്യം. ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, അത് പിന്നീട് നമ്മൾ ഗൂഗിൾ സൈനൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാം. ഓക്കെ, രജിസ്റ്റർ കൊടുക്കുക. ഇനി അടുത്തത് ഈ ഗൂഗിൾ സർവീസ് .json ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഇന്നലെ നമ്മൾ iOSൻ്റെ ഫോൾഡറിലാണ് പേസ്റ്റ് ചെയ്തത്, ഇത് നമ്മൾ ആൻഡ്രോയിഡിൻ്റെ ഫോൾഡറിലാണ് അത് പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതങ്ങ് കോപ്പി ചെയ്യുക, ഇത് നേരെ ആപ്പിൽ പേസ്റ്റ് ചെയ്യുക. ആപ്പിലാണ് പേസ്റ്റ് ചെയ്യേണ്ടത്, മാറി കയറാം. ഓക്കെ, അപ്പോൾ അത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നെക്സ്റ്റ് കൊടുക്കുക. ഇനി ചെയ്യാനുള്ളത് നമ്മുടെ project.buildGradle എടുക്കുക. ഇത് ആപ്പ് നമ്മൾ ഫസ്റ്റ് എടുത്തത് app.buildGradle ആണ്. project.buildGradle എന്ന് പറയുമ്പോൾ ഈ ആൻഡ്രോയിഡിൻ്റെ താഴെ വരുന്നതാണ് project.buildGradle. അപ്പോൾ അതിൽ ഫസ്റ്റ് ഗൂഗിൾ ഉണ്ടോ നോക്കാം. ഈ ഗൂഗിളിൽ തന്നെ സംഭവം അവിടെ ഉണ്ടോ നോക്കാം. അതുണ്ട്, ഓൾറെഡി ഫ്ലട്ടർ അത് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഈ സംഭവം ഒന്ന് കോപ്പി ചെയ്യുക. ഇതിൻ്റെ താഴെ വെച്ച് പേസ്റ്റ് ചെയ്യാം. പിന്നെ അടുത്തത് റെപ്പോസിറ്ററീസിൽ ഗൂഗിൾ ഉണ്ടോ നോക്കാം. റെപ്പോസിറ്ററീസിൽ ആ ഗൂഗിൾ ഉണ്ട്, അത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് ഓക്കെ. അതിന് അടുത്തത് app.buildGradle പോയിട്ട് ആഡ് ചെയ്യണം. അത് നമ്മൾ നേരത്തെ എടുത്തിട്ടില്ലേ, ഈ ആപ്പിൻ്റെ ഉള്ളിലെ buildGradle, അത് ഓക്കെ. ഇവിടെ ആഡ് ചെയ്യാനുള്ളത് ഈ അപ്ലൈ പ്ലഗിൻ സംഭവം കണ്ടില്ലേ, ആൻഡ്രോയിഡ് .application. അതിന് താഴെയായിട്ട് ഈ സംഭവം കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. ഇത് ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് .applicationൻ്റെ താഴെ ഈ സംഭവം കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് താഴെ പോയിട്ട് കോപ്പി ചെയ്യുക. ഇവിടെ അങ്ങ് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കൊടുക്കുക, കണ്ടിന്യൂ വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ആപ്പായിട്ട് ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇനി നമുക്കിതൊന്ന് ഓക്കെ, ഇതിവിടെ ആൻഡ്രോയിഡും iOSും ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോജക്റ്റ് പോവാം. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യാനായിട്ട് നമ്മൾ ഇനി എന്താ പറയുക, ഈ മിനിമം STK 21 കൊടുക്കുക. നമ്മൾ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് 16 ഉണ്ടാവുക, 21 കൊടുക്കുക. എന്നിട്ട് ഇനി റൺ ചെയ്യാം. ഇനി റണ്ണായാൽ നമ്മുടെ ഫയർബേസ് ആയിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഫ്ലട്ടർ കണക്റ്റ് ആയിട്ടുണ്ട്. റൺ അയച്ചില്ലെങ്കിൽ ഇത് കണക്റ്റ് ആയിട്ടില്ല, എന്തോ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി ആദ്യം മുതൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ആൻഡ്രോയിഡും iOS ഇപ്പോൾ നമ്മുടെ ഫയർബേസ് ആയിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടു ഡു ലിസ്റ്റ് ആപ്പ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.